ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഉത്രാട ദിനാശംസകൾ എല്ലാവർക്കും ആശംസിക്കുന്നു. ഒന്നാമത്തെ ഓണമല്ലേ, ഓണാശംസകൾ ഒരുപാട് സന്തോഷത്തോടുകൂടി എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെയും വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് നാളെ ഓണത്തിന്റെ ആശംസകൾ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിഞ്ഞ് വേറെ വീഡിയോ ഇടാതെ ഇതൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് കേട്ടോ. എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ്, ഡെത്ത്, സിക്സ് ഓഫ് വാൻഡ്സ്, ടു ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, Six of Pentacles, Page of Pentacles, Ace of Wands, Six of Swords, the Hermit, Ace of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് ആണ്. ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള പുതിയ ഐഡിയാസ് കിട്ടിയിട്ട് പുതിയ എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ചലിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾ ആർജിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ്. എയ്റ്റ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ വാൻഡ്സ് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണാൻ ആരോ വരുന്നുണ്ട്. നിങ്ങൾ എവിടെയൊക്കെ യാത്ര പോകുന്നുണ്ട്. ചിലപ്പോൾ ഓണത്തിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാനും ഒക്കെ ഉള്ള യാത്രയായിരിക്കാം. നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ യാത്രകൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ലൈഫിലായാലും ഒരു സക്സസ് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു. ഒരുപാട് എക്സൈറ്റ്മെന്റ്, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ പലരും ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും ഒരു ഇഷ്ടമുള്ള വ്യക്തികളോട് എപ്പോഴും സംസാരിക്കുക, അവരെക്കുറിച്ച് എപ്പോഴും ഓർക്കുക, അവരിലേക്ക് എനർജി പാസ് ചെയ്യുക, വളരെ വലിയ ആവേശത്തോടുകൂടി അവരെ പറ്റി ചിന്തിക്കുന്ന എനർജിയാണ്. ആരെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുക, അങ്ങനെയുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജി ഇവിടെ ഉണ്ട്. കരിയർ ലൈഫിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് വരുന്നു എന്നും ഇവിടെ പറയാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും നിങ്ങൾ യാത്രകൾ പോകുന്നതായിട്ടാണ് കൂടുതലായിട്ടും ഇവിടെ പറയാൻ സാധിക്കുന്നത്. നല്ലൊരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആരൊക്കെയോ പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് വരുന്നുണ്ട്. അതായത് ലവ് പ്രപ്പോസൽ ആകാം, അല്ല എങ്കിലും മറ്റ് പല കാര്യങ്ങളിലും സന്തോഷമുളവാക്കുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങളിലേക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങളിലേക്ക് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അത്തരം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഏതോ വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടുകൂടി ഈ ഒരു സമയത്ത് ഗിഫ്റ്റുകൾ കൈമാറാനും അതുപോലെ തന്നെ സന്തോഷകരമായ കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടി ആരൊക്കെയോ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കുന്ന വ്യക്തികളാവാം, അല്ല എങ്കിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാവാം. എങ്ങനെയൊക്കെ ആയാലും വളരെയധികം സന്തോഷകരമായ ഒരു എനർജി നിങ്ങളിലേക്ക് ഇന്ന്
വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാവാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളും ആവാം. ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വേണ്ടാത്തതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ഇവിടെ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ്. ഒരു ജന്മം നിങ്ങളിവിടെ കഴിഞ്ഞു, ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണ്ടാത്തതിനെയൊക്കെ തള്ളിയിട്ട് വേണ്ടാത്തതിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല കൂട്ടുകെട്ടുകളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. ആ ഒരു ലൈഫ് നിങ്ങളിലേക്ക് സന്തോഷത്തിന് വക നൽകുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ആരൊക്കെയോ നിങ്ങളിലേക്ക് കൂടുതൽ ആവേശത്തോടുകൂടി നിങ്ങൾ ഇതുവരെയും ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് പ്രശംസ ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രശംസയും ആദരവും ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിക്ടറി, സക്സസ് ഒക്കെ നിങ്ങളുടെ കരിയർ സംബന്ധമായ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിലും അതുതന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പരസ്പരം കോംപ്രമൈസ് ചെയ്ത് പരസ്പരം ഒത്തുചേർന്ന് പരസ്പര സന്തോഷത്തോടുകൂടി എല്ലാവിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും നടത്തിയിട്ട് നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്ന എനർജിയാണ്. ഒരുപാട് പേർ പിണങ്ങിയിരുന്നവർ കൂടിച്ചേരുന്ന എനർജി ഇവിടെയുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്ന എനർജി. ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ്, ദൈവാനുഗ്രഹം, ആർക്കേഞ്ചൽമാരുടെ അനുഗ്രഹങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ്. പരസ്പരം ഹീല് ചെയ്ത് മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷത്തോടുകൂടി കൊടുത്തും വാങ്ങിച്ചും പരസ്പരം റെസ്പെക്ട് ചെയ്ത് സ്നേഹിച്ച് മുന്നോട്ട് വരുന്ന ഒരു ജീവിതമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലരും എത്തിച്ചേരാനുള്ള എനർജി ഈ ഒരു സമയത്ത് ഒരുപാട് പേർ ദൂരെ നിന്ന് നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവും അല്ലെ. പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ഉണ്ടാവും. പലരും ആദ്യമായിട്ട് ആരെങ്കിലും കാണാൻ വരുന്ന എനർജി. അവിടെയൊക്കെ ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഇവിടെ ഓൺലൈൻ വഴി ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വീട്ടിലും ചില ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ എന്താണ് നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നത് എന്ന് എല്ലാ ദിവസവും നോക്കിയിരിക്കുന്ന എനർജി. അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞു പോയവരുടെ മെസ്സേജ് വരുന്നുണ്ടോ, കാൾ വരുന്നുണ്ടോ എന്നൊക്കെ എല്ലാ ദിവസവും വളരെയധികം ആവേശത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെയുള്ളത്. ഇവിടെ വാൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ കൂടുതലും കപ്പ് എനർജി വന്നിട്ടുണ്ട്. വാൺസ് എനർജി ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. പെന്റക്കിൾ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ സോൾ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് നോക്കി നിൽക്കുകയാണ്. ഒത്തിരി പ്രചോദനം ഉൾക്കൊണ്ട്, മറ്റുള്ളവരിൽ നിന്നും സന്തോഷകരമായ പ്രചോദനം കൊണ്ട്, അതുപോലെ തന്നെ സാങ്കല്പികമായ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ട് എന്തൊക്കെയാണോ വരുന്നത് നല്ല കാര്യങ്ങൾ തന്നിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും അതിന്റെ ഒരു പ്രോഗ്രസിന് വേണ്ടി, അതിന്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന എനർജി ഇവിടെയുണ്ട്. അതാരായാലും, പിരിഞ്ഞു പോയവർ വരാൻ വേണ്ടിയായാലും അല്ലെങ്കിൽ പുതിയ ആൾക്കാർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയായാലും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും അതിനായിട്ട് നിങ്ങൾ ആകാംക്ഷപ്പെട്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. ബിസിനസ് കാര്യങ്ങളിലുള്ള വളർച്ച എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് അത് എന്നിലേക്ക് വരുന്നുണ്ടോ, അത് എങ്ങനെയാവും എന്നുള്ള ആകാംക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പാണ് പലർക്കും ഇവിടെ എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, വരാൻ പോകുന്നു. ഇവിടെയും അത് തന്നെയാണ് പേജ് ഓഫ് പെന്റക്കിൾ പറയുന്നത്. എന്താണ് ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു. തീരുമാനിച്ചുറച്ച പല കാര്യങ്ങളിലും ഒരു വ്യക്തത വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തികമായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയ ജോലിക്കാര്യങ്ങളിലാവാനും അല്ലെങ്കിൽ പുതിയ ശമ്പളമൊക്കെ കിട്ടാതിരുന്നിട്ട് കിട്ടുന്ന എനർജി, അല്ലെങ്കിൽ ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുടെ എനർജി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്
സമ്പത്തിന്റെ സ്റ്റെബിലിറ്റി വന്നിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെയും അല്ലെങ്കിൽ കൊടുക്കാനും വാങ്ങിക്കാനും ഒരേപോലെ താല്പര്യം കാണിക്കുക. ഇവിടെ നഷ്ടമല്ല നോക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ സന്തോഷകരമായ ഒരു ദാനധർമ്മം തന്നെയാണ് ഇവിടെ നടത്തുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇഷ്ടമാണ്. മനസ്സുകൊണ്ട് മനസ്സർപ്പിച്ച് ചെയ്യുന്ന ഒരു ദാനമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് സാമ്പത്തികം വന്നു ചേരുന്ന എനർജി, സമ്പത്തിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സമ്പത്തിൻ്റെതായ ഒരു മാറ്റം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരുന്നതാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. പുതിയ ജോലിയും പുതിയ ശമ്പളവും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. സാമ്പത്തികം എവിടെ നിന്നെങ്കിലും വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേർക്ക് വളരെയധികം സന്തോഷകരമായ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഏസ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ടുള്ളവർ, സ്വന്തമായി പല നിർമ്മാണ പ്രക്രിയകൾ നടത്താൻ താല്പര്യമുള്ളവർ, അതുപോലെ തന്നെ അറിവുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഒരു ബിസിനസ്സിന് വേണ്ടി താല്പര്യം കാണിക്കുന്ന ആൾക്കാരുടെ എനർജി, പുതിയതായിട്ട് എന്തൊക്കെയോ നിങ്ങൾ തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാവാം, അല്ലേ? ചിലപ്പോൾ ഈ ഒരു സമയത്ത് ചില പുതിയ കച്ചവട കാര്യങ്ങൾ അല്ലെങ്കിൽ ഷോപ്പ് ഇടുക അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളതായിട്ടും, അല്ലെങ്കിൽ വീടിന് വേണ്ടി കല്ലിടുക അങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. പുതിയതായിട്ടും തീർച്ചയായിട്ടും ഫ്രഷായിട്ട് എന്തൊക്കെയോ നിങ്ങൾ ആലോചിച്ചുറപ്പിച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അതിലൂടെ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്ന എനർജി, അതിലവിടെ നിങ്ങൾക്കൊരു സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവസരങ്ങൾ ആണ്, ജോലിക്കാര്യങ്ങളിലുള്ള അവസരങ്ങളാണ് വരുന്നത്. ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അല്ല എങ്കിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ള എനർജിയും ഇവിടെയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ 6 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ല ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ടോക്സിക് ആണ് നിങ്ങളുടെ വീട് നിന്നിരുന്ന സ്ഥലം, ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള എയർ ആയിരിക്കും അവിടെയുള്ളത്. അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻ ആവാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃഷ്ടിദോഷം സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളിലേക്ക്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്ന എനർജിയാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ്. കാരണം സന്തോഷകരമായ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ നിന്നും സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുടുംബസഹിതം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു. അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് സാധ്യമാകുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് പലർക്കും പല സന്തോഷകരമായ അവസ്ഥകളും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ പലരും ഒരു സന്യാസ മൂഡിലാണ്, അല്ല എങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറിയിട്ട് കുറച്ചൊക്കെ ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ഇവിടെ വിചാരിക്കുന്നത്. അതല്ല എങ്കിൽ ആരോടെങ്കിലുമുള്ള ശത്രുത മാറാൻ വേണ്ടി കുറച്ചൊന്ന് പ്രയത്നിക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. ഇഷ്ടമില്ലാത്ത ചില വ്യക്തികളിൽ നിന്നും ഒരുപാട് പേരെയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് ഒന്ന് ഒറ്റപ്പെട്ടിരിക്കുക. അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കുറെ കാര്യങ്ങളിൽ ഒക്കെ ശ്രമിക്കുകയാണ്. അല്ല എങ്കിൽ ദൈവത്തോടുള്ള ആ ഒരു കൂടുതലായിട്ടുള്ള അടുപ്പത്തിന് വേണ്ടിയിട്ട്, ദൈവത്തോട് കൂടെ ചേരാൻ വേണ്ടിയുള്ള ഒരു എനർജി ആവാം. അതെന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു എനർജിയാണ് ഇവിടെയും ഉള്ളത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലെ ദൈവികത ഉണർന്നു കിട്ടും. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക്. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായല്ലോ? കുറച്ച് സമയമെങ്കിലും അങ്ങനെ ഇരിക്കാം എന്ന് ചിന്തിക്കുകയാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം, അത്രയേ ഉള്ളൂ. കുറച്ചുകൂടി ഫ്രഷ് ആവണം, അതാണ് വിചാരിക്കുന്നത്. കുറച്ചുകൂടി ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കണം, അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. എന്റെ സോളിന് എന്താണ് വേണ്ടത്, എന്റെ സോളിന് വേണ്ട സന്തോഷത്തെ കുറച്ചൊന്ന് കൊടുക്കുക, അതാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് സമയം ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരാൻ തുടങ്ങുന്നു. ക്ലാരിറ്റി ഇല്ലാതെ പല കാര്യങ്ങളിലും നിങ്ങളിവിടെ ഉഴന്ന് മറിഞ്ഞ് ഒരു വിഷമം അനുഭവിച്ച സന്ദർഭം ഉണ്ടായിരിക്കാം, അല്ലേ? പല കാര്യങ്ങളും, ചില കോടതി കേസുകൾ, ചില ജീവിത സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ചില എക്സാമിനേഷനുകൾ, ചില
ജോലിക്കാര്യങ്ങളിൽ, അത് ഏത് കാര്യത്തിലായാലും, ചില വിവാഹ കാര്യങ്ങൾ ഒക്കെയും വരാൻ, ചില യാത്രകൾ, വിദേശത്ത് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെയും ഇവിടെ വരാം. അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു വ്യക്തത കിട്ടുകയാണ്. അതിന് ഇനി എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ ഇപ്പോൾ കഴിയുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾക്ക് ഒരു തുടക്കം വരുന്നുണ്ട്. ആ തടസ്സങ്ങളെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു. ഈ ഒരു സക്സസ് എങ്ങനെ വരുന്നതാണ്? ക്ലാരിറ്റി ലഭിച്ചിട്ട് വരുന്നതാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് നാളുകൾ കൊണ്ട് ചില കാര്യങ്ങളിൽ എന്ത് വേണം, എങ്ങനെ വേണം എന്ന് അറിഞ്ഞുകൂടാത്ത ചില സമയമുണ്ടായിരിക്കാം. അത് ഏത് കാര്യവും ആയിക്കോട്ടെ, ഏതൊരു സാഹചര്യവും ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയുമായിട്ടുള്ള കാര്യവും ആയിക്കൊള്ളട്ടെ, അങ്ങനെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിവിടെ ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ന്യായം കിട്ടുന്നുണ്ട്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി പോകാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ വരുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷം അനുഭവിക്കട്ടെ, എല്ലാവർക്കും സന്തോഷം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ.